Dear students, ഇന്ന് നമുക്ക് The 3 L's of Empowerment എന്ന ചാപ്റ്റർ കാണാം. ഇത് 12th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഒരു സ്പീച്ചാണ്. ഇത് പ്രോസ് സെക്ഷനിലുള്ളതാണ്, സ്പീച്ചാണിത്. അപ്പോൾ സ്പീച്ച് ആയതുകൊണ്ട് ഞാനിത് വായിച്ചിട്ട് അതിൻ്റെ മലയാളം മീനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമുക്ക് എളുപ്പം നോക്കാം എങ്ങനെയാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ്. ഈ 2 വാക്കുകളാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകൾ. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ സ്വതന്ത്രനാക്കുക, അല്ലെങ്കിൽ ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുന്ന ഒരാളെ സ്വാതന്ത്ര്യം കൊടുക്കുക. എംപവർമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പവർ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കഴിവ് കൊടുക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ആർക്കാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, എന്തൊക്കെയാണ് പവർ കൊടുക്കുന്നത്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. The 3 L's of empowerment. Okay, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡേർഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. അപ്പോൾ അതാണ് ഈ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ഇദ്ദേഹം ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫ് തുടങ്ങുകയാണ്. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. അപ്പോൾ ഈ സെൻറ്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 21st സെഞ്ച്വറിയിൽ വളരെയധികം ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിരിക്കുന്നു. എന്തിലാണ്? ഇക്കണോമിക് റോൾ ഓഫ് വിമൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾക്ക് സമ്പാദ്യശേഷി ഉണ്ടാക്കുന്നതിനുള്ള ഒരു റോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ കഴിവുകളെ അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. കഴിവുകളുള്ള സ്ത്രീകൾ പോലും അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ വരുന്നത് കൊണ്ട് എന്താ പറ്റുന്നത്? നമ്മളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അത്ര മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 സെൻറ്റൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് എത്രമാത്രം സാമ്പത്തിക വളർച്ചയിൽ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സഹായിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ 2 സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇൻ സം കൺട്രീസ് പെർ ക്യാപിറ്റ ഇൻകം ലാക്ക് സിഗ്നിഫിക്കൻ്റ്ലി ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ചില രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് മാത്രം ആ രാജ്യത്തിൻ്റെ വളർച്ചയിൽ അല്ലെ വികസനത്തിന് സാധ്യമാകുന്നില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ്. They represent half the world's population but contribute far less than 50% of economic activity. ഇവിടെ ദേ എന്ന് പറഞ്ഞത് സ്ത്രീകളാണ്, വിമൻ. വിമൻ ഒരു രാജ്യത്തിൻ്റെ ഏകദേശം 50% ആൾക്കാരും വിമൻ ആയിരിക്കും അല്ലേ. പക്ഷേ അവർക്ക് എക്കണോമിക്സ് ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്താണ് പറ്റുന്നത്? ആ രാജ്യത്തിൻ്റെ എക്കണോമിക് പ്രോഗ്രസ്സിനെ സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അടുത്ത് നോക്കാവേ. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment. അപ്പം ഇവിടെ ഈ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് 3 L's of empowerment ഉണ്ടെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യവും ഉണ്ടാകും. ആ സ്വാതന്ത്ര്യം വഴി ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ 3 L's എന്താണ്? ഒന്ന് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇനിയും അടുത്ത പാരഗ്രാഫുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. Learning helps women to help themselves and break the shackles of exclusion. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോഗ്രസ്സിൻ്റെയും ബാക്ക് ബോൺ ആണ് അല്ലേ. എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്.
വിദ്യാഭ്യാസമാണ്. ലേണിംഗ് വിദ്യാഭ്യാസം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? എല്ലാ ചങ്ങലകളെയും വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനായിട്ട് എഡ്യൂക്കേഷൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ ചങ്ങലയല്ലേ, ചെയിൻ, അതാണ്. Nowhere is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആഫ്രിക്കൻ അഡേജ് എന്ന് പറഞ്ഞൊരു സേയിങ് ആണ്. ആഫ്രിക്കൻ സേയിങ് ഉണ്ട്, ഒരു പ്രൊവേർബ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു ബോയെ നിങ്ങൾ വിദ്യാഭ്യാസം നൽകുവാണെങ്കിൽ അവനെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്താക്കും. നേരെ മറിച്ചൊരു പെൺകുട്ടിക്കാണ് നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ ആ വില്ലേജ് തന്നെ ഡെവലപ്ഡ് ആകും. അപ്പം ആ വില്ലേജ് ഡെവലപ്പ് ആകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ആ കൺട്രിയും ഡെവലപ്ഡ് ആകുമെന്നാണ് ഈ ആഫ്രിക്കൻ സേയിങ് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇഫ് ലേണിംഗ് ഇസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദി സെക്കൻഡ്. അപ്പോൾ അടുത്ത എന്ന് പറയുന്നത് ലേബറാണ്. ഫസ്റ്റ് ലേണിംഗ് ആണ്, അത് നമ്മൾ കണ്ടു. ലേണിംഗ് എന്ന് പറയുന്നതാണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. അതുകൊണ്ട് സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതാണ് പ്രീവിയസ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ലേബറിനെ കുറിച്ചാണ്. Labor facilitates women to flourish and achieve their true potential. Flourish and achieve their true potential എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ, പിന്നെന്താണ് വേണ്ടത്? ജോലി വേണം, അല്ലേ? ജോലി ഉണ്ടെങ്കിൽ നമ്മളുടെ ട്രൂ പൊട്ടൻഷ്യൽ, നമ്മളുടെ മുഴുവൻ കഴിവും നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് പോലും, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുമാണ് ഇത് മെയിനായിട്ടും കാണുന്നൊരു സംഭവം. ഇതെന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ ജോലി ചെയ്യുന്നതുണ്ടെങ്കിൽ പോലും പുരുഷൻ്റെ അതേ സ്റ്റേറ്റസ് ചിലപ്പോൾ ലഭിക്കുന്നില്ല, അതേ വേജസ് ചിലപ്പോൾ ലഭിക്കുന്നില്ല. അപ്പം സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള സെക്യൂരിറ്റി, വേജ് അല്ലെങ്കിൽ സ്റ്റേറ്റസ്, ഈ 3 കാര്യങ്ങൾ പുരുഷൻ്റെ അത്രയും തന്നെ നമ്മൾക്ക് സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. Surely one of our most basic norms should be equal pay for equal work. Same education ഉണ്ടായിട്ടും അല്ലെങ്കിൽ സെയിം ക്വാളിഫിക്കേഷൻ ആണെങ്കിലും സെയിം വർക്ക് ആണെങ്കിൽ പോലും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്രയും തന്നെ വേജസ്, വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. സെയിം ജോലിക്ക് സെയിം പേയ്മെൻറ്റ് പുരുഷനും സ്ത്രീക്കും ലഭിക്കണം. അടുത്തത് നോക്കാം. റീസെൻറ്റ് റിസർച്ചസ് ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതിയ റിസർച്ചുകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ, സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ലഭിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗമനത്തിൽ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത് വളരെയധികം സഹായിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. We can undoubtedly promote more opportunity for women in the workplace. It is all about changing laws. For example, by ensuring that property and inheritance laws do not discriminate against women. അപ്പോൾ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പം ചില ചേഞ്ചസ് വരുത്തണം ലോയിൽ, എന്നാൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, ഡിസ്ക്രിമിനേഷൻ, വിവേചനം, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം നിർത്തുക, അതാണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇനിയും അടുത്തെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് ഹെൽത്ത് കെയറും കൊടുക്കുക. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So, learning and labor are key factors. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 key factors എന്ന് പറഞ്ഞാൽ ലേണിങ്ങും ലേബറും. വിദ്യാഭ്യാസം കൊടുക്കുക, വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള
ഉദ്യോഗം ലഭിക്കാനായിട്ട് ഉള്ള ലോസ് ഉണ്ടാക്കിയെടുക്കുക, മാത്രമല്ല സെക്യൂരിറ്റി കൊടുക്കുക. അപ്പം തേർഡ് എൽ എന്ന് പറഞ്ഞാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ലീഡർഷിപ്പ് ദാറ്റ് enables women to rise and fulfill their innate abilities and talents. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കും ആ കഴിവുണ്ട്. പക്ഷേ അതിനുള്ള ചാൻസസ് നമ്മൾ അവർക്ക് കൊടുക്കണം. Here there is plenty of room for improvement. The irony is that when women lead, they tend to do as good a job as others, if not a better job. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. സ്ത്രീകൾക്ക് ഒരു ലീഡർ ആകാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അവർ ചിലപ്പം പുരുഷന്മാരെക്കാട്ടിലും നല്ല ലീഡേഴ്സ് ആകാനുള്ള സാധ്യതയും ഉണ്ട്. ഇവർ ചിലപ്പം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഡിസിഷൻസ് ചിലപ്പം കൺസെൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻറ്റിലാണ്. അല്ലെങ്കിൽ ഇൻക്ലൂഷൻ മീൻസ് ഇൻക്ലൂഡിങ് മെനി ഡിസിഷൻസ്, പല ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കാം അവരൊരു തീരുമാനം എടുക്കുന്നത്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലേ. നമ്മൾ ഒരു ആളോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യുന്ന ജോലിയോടാണെങ്കിൽ പോലും നമുക്കൊരു സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പൂർണ്ണമായിട്ടൊരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം സ്ത്രീകൾ എപ്പോഴും ഈ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് മാത്രമായിരിക്കാം അവർ ഒരു ഡിസിഷൻ എടുക്കുന്നത്. It is true that women sometimes lack the confidence to match their competence. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ചില സമയത്ത് അവർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ വരാം. ഈ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സമൂഹം കൊടുക്കുന്ന സപ്പോർട്ടനുസരിച്ചിട്ടാണ് അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ മാറിക്കിട്ടുന്നത്. But they need to change that mindset and reset the narrative in their favor. So it is essential that women be ready to dare the difference. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ധൈര്യം ഉണ്ടാക്കണം. ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയിൽ നമ്മൾ വളരെയധികം കംഫർട്ടബിളാണ്, നമുക്ക് ചലഞ്ചസ് ഇല്ല. നമ്മളെന്നാൽ ഒരു ലീഡർഷിപ്പ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴോ അവിടെ ധാരാളം ചലഞ്ചസ് വരും, ഒത്തിരിയധികം കുറ്റപ്പെടുത്തലുകൾ വരും, ഒത്തിരിയധികം പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾ ഉറപ്പായിട്ടും രക്ഷപ്പെടും. ആ കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. Nonetheless, even those with the drive to succeed continue to face barriers. Whether we are talking about providing primary education for girls in a village or executive positions for women in business. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഒരു കൊച്ചു കുട്ടി അല്ലെങ്കിൽ ഒരു വില്ലേജറാണെന്ന് പറയുന്നുണ്ട്, ആരെ മാറ്റി നിർത്താതെ എല്ലാ സ്ത്രീ സമൂഹത്തിനും ഒരേപോലെ തന്നെ എഡ്യൂക്കേഷനും അവർക്കുള്ള സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുവാണെങ്കിൽ ഒരു ഗ്രേറ്റർ ഡെവലപ്മെൻറ്റ് ഒരു നേഷന് ഉണ്ടാകും. ഇതൊരു പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദുരുപയോഗപ്പെടുത്തുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, നമ്മൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ക്രിറ്റിസിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നൊരു സ്വാതന്ത്ര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെയർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെൻറ്റ്. ഇംപെഡിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാരിയേഴ്സാണ്, തടസ്സങ്ങളാണ്. ഓർ പ്രെജുഡീസ് എന്ന് പറഞ്ഞാൽ മുൻധാരണ അല്ലേ. ഞാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും എന്നുള്ള ധാരണ, ആ ഒരു മുൻധാരണ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായ്മ വരുമ്പോഴാണ് നമ്മൾക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, ആർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഇങ്ങനെയുള്ള മെൻ്റൽ ബാരിയേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഞാനത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് പറയും എന്നൊരു ചിന്തയില്ലായ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രയത്നിക്കാനായിട്ട് സാധിക്കും.
and the world will reap the benefits. The 3 L's will help us get there. If we dare the difference will deliver. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ, എനിക്ക് സാധിക്കുവാണെങ്കിൽ, നിനക്ക് സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സാധിക്കുവാണെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളാകും, നമ്മുടെ നേഷനും സക്സസ്ഫുള്ളാകും, നമ്മുടെ പ്രോഗ്രസ് ഉള്ള ഒരു നേഷനായിട്ട് മാറും. ഏത് അണ്ടർ ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്ഡ് കൺട്രി ആകാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് ഈക്വൽ റൈറ്റ്സ് ടു വിമൻ ആൻഡ് മെൻ for the benefit and success of their own life and for the nation. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറി മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.